ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മഗ്‌രിബിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് ഇരുട്ടായി തുടങ്ങി. കൊണ്ടുപോകാത്. അപ്പോൾ എനിക്കെന്താ പണിയെന്ന് വെച്ചാൽ കുറച്ച് നേരമായി തുടങ്ങിയിട്ട് കേട്ടോ. കയ്യിൽ അരക്കൊന്നും ഉണ്ടാകുമ്പോൾ വീഡിയോ എടുപ്പൊന്നും നടക്കില്ല. അപ്പോൾ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടിലെ അപ്പച്ചൻ ഇട്ട് തന്നത് കേട്ടോ, അവരുടെ തൊടിയിൽ നിന്ന്. നേഹക്കുട്ടിയുടെ ചക്കയുടെ കൊതി കണ്ടിട്ട് അപ്പച്ചൻ ഇട്ട് കൊടുത്തതായിരുന്നു. അങ്ങനെ അതെടുത്തോണ്ട് വന്നു. എന്നിട്ട് അതിന്റെ പകുതി മുറി കേട്ടോ, പകുതി മുറി എടുത്തിട്ട് അവള് പറഞ്ഞു അവൾക്ക് ചക്ക വറുക്കണോ ഉണ്ടല്ലേ, വറക്ക് ചക്ക വറുക്കണോന്ന് പറഞ്ഞു. അപ്പൊ പകുതി മുറി എടുത്തിട്ട് ചക്ക വറുക്കാൻ വെച്ചു. പകുതി മുറി അവൾക്ക് പഴുത്ത് കഴിക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വെട്ടി വെച്ച് കഴിഞ്ഞാൽ വേഗം പഴുത്തോളൂല്ലോ. അപ്പൊ അതിന്റെ പനിയിലായിരുന്നു കേട്ടോ. കുറേയൊക്കെ ശരിയാക്കി എടുത്തു. ഇതിനകത്ത് ഇനി ചുളയില്ല കേട്ടോ. അതിനകത്ത് ഇപ്പോൾ ചക്കക്കുരു മാത്രമേ ഉള്ളൂ. അപ്പം ഇത് എല്ലാം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് വെട്ടിയെടുത്തിട്ട് നമുക്ക് നേഹക്കുട്ടിക്ക് വറുത്ത് കൊടുക്കണം. അങ്ങോട്ട് വായോ, ഇവിടെ വന്ന് പറയണം, എന്നാലേ കാണുള്ളൂ. ഇവിടെ ഇപ്പുറത്ത് വന്നിരിക്കും. എന്ത് നല്ല വീട്, ഞാൻ പിറന്ന വീട്, അച്ഛനുണ്ട് വീട്ടിൽ, അച്ഛനാണ് ദൈവം, അമ്മയുണ്ട് വീട്ടിൽ, അമ്മയാണ് ദൈവം. ഇന്ന് സ്കൂളിൽ നിന്ന് ടീച്ചർ പഠിപ്പിച്ചു കൊടുത്ത പാട്ടാന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ തൊട്ട് പാടി നടക്കുക കേട്ടോ. അച്ഛനും അമ്മയും പണ്ട് ദൈവമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ഈ പാട്ട് കേട്ടിട്ട് എന്തായാലും അത് പഠിച്ച് നമുക്ക് പാടി തന്നു. കേട്ടപ്പോൾ ഒരു സന്തോഷം കേട്ടോ. ആദ്യമായിട്ട് ഇന്നലെ ഒന്നും ക്ലാസ് എടുത്തിട്ടില്ല, കാരണം കുഞ്ഞുങ്ങൾ കരച്ചിലൊന്നും മാറിയിട്ടില്ല ശരിക്കും. അവളും ഡെയിലി ഇങ്ങനെ ചെറുതായിട്ട് ഉമ്മച്ചീനെ കാണാൻ വരും, കൊതിയാവുമ്പോൾ സങ്കടം വരും എന്നാ പറയുന്നത്. അപ്പൊ ഇന്ന് പാട്ടൊക്കെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പണി ചക്ക വറക്കലാണ്. ചക്ക വറുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള. അപ്പൊ ഇത് ഇനി ഇങ്ങനെ ഒരേ കനത്തിൽ അരിഞ്ഞെടുത്തിട്ട് വറുത്തെടുക്കണം. എനിക്കിങ്ങനെ ഈ മെനക്കെട്ട പണിയെടുക്കുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കൽ നടക്കൂല കേട്ടോ. അതുകൊണ്ടാണ് ഇതിന്റെ മുൻപുള്ള വെട്ടലും ശരിയാക്കലൊന്നും എടുക്കാത്തത്. അപ്പം ഇനി ഇതൊന്നും നമ്മൾ അരിഞ്ഞെടുക്കുക കേട്ടോ. അരിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇക്കാക്കും ഇഷ്ടമാണ്, നേഹക്കുട്ടിക്ക് അതിലേറെ ഇഷ്ടമാണ് ചക്ക വറുത്തത് അല്ലേ. ആരാ കുഞ്ഞിന് ചക്ക വറുത്തത് ഉണ്ടാക്കി തരല്? നേരത്തെ ഉണ്ടാക്കി തന്നിട്ടുള്ളത് ആരാ? തന്നെ. വേറെ ആരോ തന്നിട്ടുണ്ട്, കുഞ്ഞ് പറയുമല്ലോ. ചിറ്റാറത്തെ അമ്മ. ചിറ്റാറത്തെ അമ്മ. അപ്പോൾ ചിറ്റാറിലെ അമ്മ ഉണ്ടാക്കി കൊടുത്ത ഓർമ്മകൾ അവൾക്കുണ്ട് കേട്ടോ. 2 വയസ്സിന് മുമ്പാണേ, ഓർത്തോണം. പക്ഷെ അവൾക്ക് ആ ഓർമ്മയുണ്ട്. അപ്പോൾ അവളെപ്പോഴും ഇങ്ങനെ പറയും, ചിറ്റാറിലെ അമ്മ ഉണ്ടാക്കുന്ന പോലെ ഉമ്മച്ചി എന്താ ചക്ക ഉണ്ടാക്കാത്തേ. പക്ഷെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ചക്ക വേണ്ടേ. ചക്ക ഉണ്ടെങ്കിലല്ലേ ചക്ക വറുത്തത് ഉണ്ടാക്കാം. പറ. എനിക്ക് ചക്ക ഇഷ്ടമായതുകൊണ്ട് മെച്ചി ഉണ്ടാക്കി തരും, പിന്നെ വെട്ടിയും തരും. പഴുത്താൻ ഞാൻ കഴിക്കും, പക്ഷെ ഉണ്ടാക്കി തന്നാലും കഴിക്കും കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടമാണ്. ചിറ്റാട്ട അമ്മ ഉണ്ടാക്കി തന്നത് മരയുടെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് അതിൻ്റെ ഓർമ്മകളെ എൻ്റെ ചിന്തയിലെന്നും ഞാൻ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ചക്ക വേണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പുറത്തെ ഓപ്പോസിറ്റിന്റെ അമ്മാമിയില്ലേ, അമ്മാമി അപ്പച്ചനും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നതാണ്. അപ്പച്ചനാ തന്നത്, അമ്മാമയല്ല. അതാണ്. അതുകൊണ്ട് അവിടെ പ്ലാവുണ്ട്, അവളുടെ വീട്ടിന്റെ പുറകിലാണ്. അപ്പൊ അത് താഴെ വരെ എത്തുന്നുണ്ട് ചക്ക. ഇപ്പൊ വീട്ടിലല്ല, അമ്മാമേന്റെ വീട്ടില്. ഞങ്ങളിപ്പോ അമ്മാമേന്റെ വേറെ വീട്ടിലാണ്. ഉള്ളിലാണ് ഇരിക്കുന്നേ, പുറത്തല്ലേ. പുറത്തിങ്ങനെ വിട്ടോ, അതുകൊണ്ട് ആണ് അകത്തു നിന്ന് വിട്ടുന്നേ. അപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചക്ക വിശേഷം. ഇതെല്ലാം അരിഞ്ഞിട്ട് വറുത്തെടുക്കുമ്പോൾ നമ്മൾ കാണിക്കല്ലേ. ഇതിന്റെ ഒരു വേറെ വീഡിയോ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു നോക്കണേ. അപ്പം വറുത്തിട്ട് കാണിച്ചു തരാവേ. ഞങ്ങൾ പോസ് ചെയ്യാൻ പോവുക.
അങ്ങനെ ഇതാ നമ്മൾ ചക്കയെല്ലാം അരിഞ്ഞ് പെറുക്കി കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു അരമുറിയുടെ അല്ലേ. പിന്നെ അതെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം സെറ്റാക്കി വെച്ചു. ഇനി എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചൂടാവുന്നുണ്ടെന്ന് തോന്നുന്നു. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇടാം. ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കട്ടെ കേട്ടോ. ഓക്കെ, പൊങ്ങുന്നുണ്ട്. അപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിയും കൂടി വാരിയിടാവേ. കയ്യെ തെറിക്കിപ്പോ എണ്ണയത് ഒത്തിരി ഇടണ്ട കേട്ടോ. അപ്പൊ നമുക്ക് ഇളക്കാൻ സ്ഥലമില്ലാണ്ടേ, ചെറിയ ചട്ടി ആയതുകൊണ്ട്. ഇതൊക്കെ ശരിക്കും ഉരുളിയിൽ ചെയ്യണം അടുപ്പത്ത്. നമുക്കിപ്പൊക്കെ ഗ്യാസും ഉള്ളൂ, ഈ ചട്ടിയേ ഉള്ളൂ. അപ്പൊ ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി ശരിയാക്കി എടുക്കാം. ഇവിടെ അതെ എന്ത് പണി ചെയ്യുവാണെങ്കിലും എൻ്റെ കൂടെയുള്ള പരിപാടിയാണ് ഇത് കേട്ടോ. ഇവള് കയറി വരും, അടുക്കളയിൽ കയറി വരുമ്പോ എനിക്ക് എണ്ണയുടെ പണിയാവുമ്പോ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം അതെങ്ങാനും ദേഹത്തോട്ട് അങ്ങനെ ഇടല്ലോ കുഞ്ഞാ, അടി മേടിക്കും നേഹ. മുറിക്കാത്ത ചക്ക കാണാതെ ഇട്ടുള്ളതാട്ടോ. അപ്പൊ ഇവന്മാരൊക്കെ കിടന്നങ്ങോട്ട് ആവട്ടെ. എന്നിട്ട് ഇത് കിലുകില് എന്ന് പറയുന്ന ഒരു സൗണ്ട് ആവുമല്ലോ വറുത്തിട്ട്. ആ സമയത്താണ് നമ്മൾ ഉപ്പൊഴിക്കുന്നത്. അപ്പൊ ഇതാവട്ടെ കേട്ടോ. അങ്ങനെ ഇത് 3-4 പ്രാവശ്യം ഇട്ടിട്ട് നമ്മുടെ ചക്കയൊക്കെ ഒന്ന് വറുത്തെടുത്തു കേട്ടോ. ചക്ക വറുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ കുരുവിൻ്റെ പുറത്തുണ്ടാവുന്ന ആ ഒരു പാടയില്ലേ, അത് കുറച്ച് വറുത്തേ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ചിറ്റാറിലെ അമ്മ വറുത്ത് തരുമായിരുന്നു. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പോൾ അത് ജസ്റ്റ് കുറച്ചൊന്ന് വറുത്തെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.